എന്ന് വെച്ചാൽ സേഫായ കാറുകൾ കനം കൂടിയ കാറുകളാണെന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും വണ്ടി മേടിക്കല്ലേ, ഒരു ഇത്തിരി കൂടി EMI ഇട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി EMI അടച്ചാൽ. നമസ്കാരം. ചെറിയ കാറുകൾ ആളുകൾക്ക് പ്രിയപ്പെട്ടതായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണക്കാരെയാണ്. എനിക്ക് തോന്നുന്നു 10 വർഷം മുന്നത്തെ ഒരു കണക്കെടുത്താൽ 2013 25,000 വണ്ടികളൊക്കെ വിറ്റ് സെയിൽസ് ചാർട്ടിൻ്റെ ആ ഒരു നമ്പേഴ്സിൽ ആദ്യ 10 സ്ഥാനത്ത് 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തൊക്കെ ചെറു കാറുകളായിരുന്നു, എസ്പെഷ്യലി ഓൾട്ടോ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓൾട്ടോ 800 ഓൾട്ടോ കേട്ടൻ്റെയും സക്സസ് ആയിട്ടുള്ള ഓൾട്ടോ കേട്ടൻ്റെ ഏറ്റവും പുതിയ മോഡൽ നമ്മുടെ കൊണ്ട് ഇതിൻ്റെ റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയ കാറുകളുടെ വിൽപ്പന 2023 എത്തിയപ്പോൾ തന്നെ നന്നായി കുറഞ്ഞിരുന്നു. ഇപ്പോൾ 2024 എത്തിയപ്പോൾ അത് തീർത്തും കുറഞ്ഞു വരുന്നതെന്ന് കാണാണ്. അപ്പോൾ ആ ഒരു കാര്യം പരിശോധിച്ചാൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം 33.6% നിന്ന് 0.3% നിലയിലേക്ക് ചെറു കാറുകളുടെ വിൽപ്പന ഇടിഞ്ഞിട്ടുണ്ടത്രേ. അപ്പോൾ ചെറു കാറുകളെന്ന് പറയുന്നത് 5 ലക്ഷം രൂപയിൽ താഴെയുള്ള വണ്ടികളെ കുറിച്ചാണ്. അപ്പോൾ ടാറ്റ അല്ലെങ്കിൽ ഹ്യുണ്ടായൊക്കെ ശരിക്കും കഥ മാറ്റി. അവരുടെ ചെറിയ കാറുകളെ ഒന്നുകിൽ വില കൂട്ടിയോ അല്ലെങ്കിൽ ആ ഒരു വണ്ടികളുടെ ആ ഒരു ഫീച്ചേഴ്സ് കൂട്ടിയിട്ടൊക്കെ കുറച്ച് അപ്പുറം പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ മാരുതി സുസുക്കി പോലുള്ള കമ്പനികൾ ഇപ്പോഴും ചെറിയ കാറുകൾ ഇറക്കുന്നുണ്ട്. ഓൾട്ടോ കേട്ടൻ പോലുള്ള ഓടിക്കാൻ നല്ല രസമുള്ള കുഞ്ഞു കാറുകളുണ്ട്. റെനോയുടെ ഒരു കിഡ് ഒരു ഉദാഹരണമായിട്ട് പറയാം. വലിയ പവറൊന്നും ഇല്ലെങ്കിലും സാധാരണക്കാർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന ഒരു വണ്ടിയായിട്ട് ആ ഒരു കിഡ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ കാറുകളിലെ ഏറ്റവും മികച്ച കാറെന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൻ തന്നെയാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ കാറുകളുടെ വിൽപ്പന ഇടിഞ്ഞത്? എന്തുകൊണ്ടാണ് ആളുകളുടെ ആ ഒരു കാറിൻ്റെ സങ്കല്പം മാറിയെന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതെ, ഒരു താത്വികമായ അവലോകനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ശരിക്കും എന്തായിരിക്കും അതിന് കാരണം? ഓക്കെ, സേഫ്റ്റി ഒരിത്തിരി ഓവറേറ്ററാണ്. എന്ന് വെച്ചാൽ സേഫായ കാറുകൾ കനം കൂടിയ കാറുകളാണെന്ന് പലരും പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി പുതിയ റെഗുലേഷൻസ് അനുസരിച്ച് എയർ ബാഗുകൾ, ABS പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിക്കുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം ഒരു പരിധിവരെ അവിടെ ക്ലോസ് ആയി. എന്നാലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് കൂടിയായിരിക്കണം ഈ ശരിക്കും ഒരു വിൽപ്പനയിടാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ ആ ഒരു തോട്ട്സാണ്, അല്ലെങ്കിൽ എൻ്റെ മാത്രം തിങ്കിങ് ആണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പുറത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ആദ്യം തുടങ്ങേണ്ടത് ചെറു കാറുകളുടെ വിലയിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ചെറു കാറുകൾക്ക് തീർത്തും വില കൂടിയിട്ടുണ്ട് എല്ലാ വണ്ടികളെയും പോലെ. ഇപ്പോൾ ചെറിയ കാറിന് അത്യാവശ്യം വിലയുണ്ട്. ഇപ്പോൾ 5 ലക്ഷം രൂപ താഴെ എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം മുന്നേ കിട്ടുന്ന വണ്ടികളല്ല ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഓൾട്ടോ കേട്ടിന് തന്നെ ഈ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഈ ഒരു മോഡലിന്, അതായത് MTക്ക് 6 ലക്ഷത്തിൻ്റെ പുറത്ത് വിലയുണ്ട്. ഓൺ റോഡ് പ്രൈസ്, എക്സ്ട്രോമല്ല, ഓൺ റോഡ് പ്രൈസ്. അതൊരു കാരണമാണ്. കാരണം ഈ ഒരു വിലയിൽ കൂടെ ഒരു ഇത്തിരി കൂടി പൈസ കൂട്ടിയാൽ കുറച്ചുകൂടി വലിയ വണ്ടി കിട്ടുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. ഈ വലിയ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും പെരുത്ത വലിയ വണ്ടിയല്ല. പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ ഒരു കോമ്പാക്ട് SUV കൈൻഡ് ഓഫ് വണ്ടി. കോമ്പാക്ട് SUV എന്ന് പറയുന്നില്ല, മൈക്രോ SUV എന്നൊക്കെ പറയാം. ഇഗ്നിസ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാരുതി തന്നെ ആ ഒരു ബലേനോയുടെ ഫ്രോങ്സ് ഒരു എക്സാമ്പിൾ. അങ്ങനെയുള്ള വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എടുത്താലും പഞ്ച് പോലുള്ള വണ്ടികളുണ്ട്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ഓഫ് എ പെർസെൻറ്റേജ് വണ്ടി വാങ്ങുന്നത് ലോൺ ഇട്ടാണ്. അങ്ങനെ ലോൺ ഇട്ട് വണ്ടി വാങ്ങുമ്പോൾ ഇപ്പോൾ ചെറിയ കാറ് വാങ്ങുന്നതിനേക്കാൾ 1000-ഓ 2000-ഓ ഒരു EMIയിൽ വ്യത്യാസം വരുത്തിയാൽ ഒരു ഇത്തിരി കൂടി വലിയ വണ്ടി കിട്ടുമെന്നുള്ള ആ ഒരു കാരണങ്ങൾ കൊണ്ടുകൂടി എന്തായാലും വണ്ടി മേടിക്കല്ലേ, ഒരു ഇത്തിരി കൂടി EMI ഇട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി EMI അടച്ചാൽ ഒരു ഇത്തിരി കൂടി വലിയ വണ്ടി കിട്ടുമല്ലോ. ആളുകളുടെ മുമ്പിൽ ഒരു ഇത്തിരി കൂടി ഒരു ബഹുമാനമൊക്കെ ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാലും ആ ഒരു പ്രസൻസൊക്കെ കിട്ടുമല്ലോ എന്നുള്ള ഫീൽ കൊണ്ടും ആളുകൾ ചെറിയ കാറിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വലിയ വണ്ടികൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കോമ്പാക്ട് SUVകളുടെ ഒരു വിൽപ്പന വന്നിട്ടുള്ള ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സിൻ്റെ ഒരു വലുപ്പം മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ മുകളിലുള്ള വാഹനങ്ങളുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 12% നിന്ന് നമ്മൾ 2004 നിൽക്കുമ്പോൾ 46% വർദ്ധിച്ചിട്ടുണ്ടത്രേ. അത് തന്നെ ഒരു കാര്യമായിട്ട് കാണുന്ന കാര്യമാണ്. കാരണം ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരിടത്തുണ്ടാകുന്ന കുറവാണ്, മറ്റിടത്തുണ്ടാകുന്ന ആ ഒരു കൂടുതലിന് കാരണമാണെന്ന് പറയാമല്ലോ. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സവിശേഷതകൾ കൂടിയാണ്. ഇപ്പോൾ ഒരു ഇത്തിരി കൂടി വില കൊടുത്താൽ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന മറ്റു പല വണ്ടികളിൽ സൺറൂഫ് പോലുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡായി വന്നിട്ടുണ്ട്. ചെറിയ മോഡലിന് സൺറൂഫുള്ള പല വണ്ടികളുണ്ട്. അപ്പോൾ സൺറൂഫ് ഒരു കാര്യമായിട്ട് കാണാം. അതുപോലുള്ള സവിശേഷതകൾ, അലോയ് വീൽ പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ മിററിൻ്റെ മുകളിലുള്ള ഇൻഡിക്കേറ്റർ പോലുള്ള കാര്യങ്ങൾ, വളരെ ചെറുതായിട്ട് തോന്നുന്ന മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിലും ശരിക്കും വലിയ ആ ഒരു ഇമ്പാക്റ്റാണ് വാഹന വിൽപ്പന ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സൺറൂഫിന് വേണ്ടി ആ ഒരു വണ്ടി നോക്കി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതും ചെറിയ കാറുകളുടെ ഒരു കാര്യമായിട്ട് പറയാം. ചെറിയ കാറുകൾക്ക് വലിയ ഒരു സവിശേഷതകളുടെ സമ്പന്നത ഒന്നും അവകാശപ്പെടാനില്ലല്ലോ. സ്പേസും ഒരു വലിയ കാര്യമാണ്. അതായത് സ്പേസ് എന്ന് പറയുമ്പോൾ ശരിക്കും EMI ടേംസിൽ ഞാൻ പറഞ്ഞ ആ ഒരു വ്യത്യാസത്തിന് കുറച്ചധികം സുഖമായിട്ടിരുന്ന് യാത്രയാവുന്ന ഒരു വണ്ടി കിട്ടുന്നു എന്നുള്ളതും കൂടി ആ ഒരു കാരണമായിട്ട് കാണാം. ഈ പണ്ടത്തെ ആ ഒരു കാലത്ത് അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നേയൊക്കെ 3 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു റേഞ്ചിലേക്കാണ് പ്രൈസ്. ആ ഒരു കാര്യത്തിൽ 10 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ വാഹനങ്ങളുടെ വലിപ്പം കുറച്ച് കൂടുതലുള്ള വണ്ടികൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇഗ്നിസിലേക്ക് വീണ്ടും വരികയാണ്. ഇഗ്നിസ് മാത്രമല്ല, പഞ്ച് ഉണ്ട്, ഇപ്പോൾ
ബലേനോ പോലുള്ള വണ്ടികളുണ്ട്, ഈവൻ സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ തന്നെ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതും ഈ ഒരു കാര്യത്തിലെ ഒരു പോയിൻ്റായിട്ട് പറയാം. ഇനി ചെറിയ കാറുകളുടെ വിൽപ്പനയിൽ വന്നിട്ടുള്ള ഇടിവിന് മറ്റൊരു കാരണമായിട്ട് പറയാനുള്ളത് യൂസ്ഡ് കാർ സെയിൽസിൻ്റെ ഒരു ബൂമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ കാറ്റഗറിയിൽ ഇപ്പോൾ 6 ലക്ഷം രൂപ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ ലോൺ എടുക്കേണ്ട കാര്യമില്ല, കയ്യിൽ നിന്ന് നമുക്ക് ലിക്വിഡ് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ 6 ലക്ഷം രൂപയ്ക്ക് കുറച്ചുകൂടി വലിയ വണ്ടികൾ കിട്ടാനുണ്ട്. വലിയ വണ്ടികളെന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡീസൽ ഇക്കോ സ്പോർട്ട് വരെ കിട്ടാനുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത് നമ്മൾ ആ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ പോയപ്പോൾ ഡസ്റ്റർ പോലുള്ള വണ്ടികളൊക്കെ ആ ഒരു പ്രൈസിന് കണ്ടു. അപ്പോൾ യൂസ്ഡ് കാറുകളുടെ ഒരു ലഭ്യത, നല്ല യൂസ്ഡ് കാറുകളുടെ സർട്ടിഫൈഡ് യൂസ്ഡ് കാറുകളുടെ ലഭ്യതയും ആ യൂസ്ഡ് കാറുകൾക്ക് തന്നെ ലോണിൽ വന്ന പലിശയിൽ വന്ന ചെറിയ കുറവുകളും ലോണ് ഈസിലി അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ചെറിയ കാറുകൾ വാങ്ങുന്നതൊക്കെ ഓക്കെ ഒരു യൂസ്ഡ് കാർ മേടിക്കാം, കുറച്ച് വലിയ വണ്ടി മേടിക്കാം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അതിന് കാരണമായിട്ട് പല കമ്പനികളും വാറൻറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അതും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഒരു കാരണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ടാറ്റ നാനോ കൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നാനോയുടെ ആ ഒരു ഫെയിലിയറിന് കാരണം എന്ന് പറയുന്നത് ആളുകളുടെ ദുരഭിമാനം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയാൽ നമുക്കറിയാം, അവിടുത്തെ വീടുകളിൽ ഒരു സ്കൂട്ടർ കഷ്ടിച്ച് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമേ കാണും, അതുപോലെ സ്കൂട്ടർ പോലുള്ള വഴിയേ കാണുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് കാർ ഒരിക്കലും പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ആ ഒരു കാരണങ്ങൾ കൂടിക്കൊണ്ട് തന്നെ ശരിക്കും ചെറിയ കാറുകളിലേക്കുള്ള പെനട്രേഷൻ സ്കൂട്ടറുകളിൽ നിന്ന് കുറവാണെന്ന് തോന്നിയത്. സ്റ്റിൽ ദുരഭിമാനം എന്നുള്ള കാര്യമാണ് നിൽക്കുക കേട്ടോ. കാരണം മിനി കൂപ്പർ പോലുള്ള ചെറിയ വണ്ടികൾ ഹിറ്റാവുകയും നമ്മുടെ ഫിയറ്റിൻ്റെ 500 ഒക്കെ പോലുള്ള വണ്ടികൾ ആളുകൾ സമ്മാനം കൊടുക്കുന്നതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്ന ആ ഒരു തേനീച്ചക്കൂട് പോലുള്ള ആളുകൾ കൂട്ടവും ആ കൂട്ടത്തിൻ്റെ ഒരു വ്യാപ്തിയൊക്കെ കാണുമ്പോൾ ശരിക്കും ചെറിയ കാറുകളല്ല പ്രശ്നം. ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദുരഭിമാനത്തിൻ്റെ കാര്യം തന്നെയാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇതൊരു നല്ല കാറാണ്. നല്ല കാറെന്ന് പറയുമ്പോൾ ഈ കാറിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഈ ബെനിഫിറ്റുകൾ അനുഭവിച്ച ഒരാൾക്ക് മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു നോട്ടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നം ഒന്നും ഒരു വിഷയമാവാതിരുന്നാൽ ശരിക്കും തീർത്തും ഫണ്ണായിട്ട് തീർത്തും നല്ല ഒരു നിലയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് കാറാണ് ഓൾട്ടോ കേട്ടൺ പോലുള്ള ഈ വണ്ടി എന്നുള്ളതാണ്. ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറയാം. അതിൻ്റെ കൂടെ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ഓൾട്ടോ കേട്ടൺ പോലുള്ള വണ്ടികൾ ഇഷ്ടമാണെന്ന് കൂടി പറയാം. അതാണ് ഇനി അടുത്ത പോയിന്റ്. പഴയ ഓൾട്ടോ പോലെയല്ല ഓൾട്ടോ കേട്ടൺ അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടൻ്റെ ഈ ഒരു മോഡൽ. ഇത് തീർത്തും ഫൺ ഫാക്ടറുള്ള വണ്ടിയാണ്. ചെറിയ എഞ്ചിനും ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ AMT ആ ഒരു ഷിഫ്റ്ററും വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഫൺ ഒരു ലിമിറ്റഡ് സ്പീഡിൽ കിട്ടുന്നില്ല. അപ്പോൾ 0 to 100 ഒക്കെ നല്ല ടൈമിങ്ങുള്ള വണ്ടിയാണ് ഓൾട്ടോ കേട്ടൺ. മാത്രമല്ല സിറ്റിയിലൂടെ നുഴഞ്ഞു കയറി പോകാൻ ഇതിനേക്കാളും പറ്റിയ ഒരു നല്ല വണ്ടിയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്ക് എവിടെയെങ്കിലും ഒരു പാർക്കിങ്ങിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരു കടയിൽ കയറണമെങ്കിലൊക്കെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഇറങ്ങിപ്പോയിട്ട് ചെയ്യാൻ പറ്റിയ അത്ര ഈസി ആയിട്ട് മറ്റൊരു വണ്ടി കൊണ്ടും കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. ഫ്യൂവൽ എഫിഷ്യൻസി മറ്റൊരു കാര്യമാണ്. 20 കിലോമീറ്ററിന് പുറത്ത് മൈലേജുള്ളൊരു വണ്ടി, ഒരു ബൈക്കിൻ്റെ ആ ഒരു ചിലവിൽ കൊണ്ടുനടക്കുന്ന വണ്ടി, ആ ഒരു നിലയ്ക്കൊക്കെ ഓൾട്ടോ കേട്ടന് തീർത്തും ഇപ്പോഴും റിലവൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടൻ്റെ ഒരു റിലവൻസ് തുടരുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ 4 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനും 4 പേർക്ക് ഒരു സിറ്റി യാത്രയ്ക്കും അതല്ലെങ്കിൽ ചെറിയ ചെറിയ യാത്രകൾക്ക് ഉതകിയ ഒരു വണ്ടി നിലയ്ക്കൊക്കെ ഓൾട്ടോ കേട്ടനെ കാണാം. ഇതിൻ്റെ മെയിൻ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫണ്ണും ഫ്യൂവൽ എഫിഷ്യൻസിയുമാണ് എന്നുള്ളതാണ്. പിന്നെ പഴയ ഓൾട്ടോ കേട്ടൻ പോലെ ഒന്നുമല്ല, കാര്യങ്ങളൊക്കെ മാറി. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഇരിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട്. ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ബ്ലൂടൂത്ത് കൺട്രോൾസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ഈ വണ്ടിക്ക്. വില കൂടാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സാണ്. പക്ഷേ ആ വില കൂടുന്നതനുസരിച്ച് വണ്ടി ഒന്നുകൂടി മോഡേണായി വരുന്നു എന്നുള്ളത് നല്ല കാര്യം. ആ ഒരു കാര്യത്തിൽ എയർ ബാഗുള്ള ABS ഉള്ള അത്യാവശ്യം ഒരു ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഓൾട്ടോ കേട്ടൺ റിലവൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഫാക്റ്റുകളാണ്, നമ്പേഴ്സാണ്. പക്ഷേ ഈ പറയുന്നത് പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോഴും ഒരു സിറ്റി കാർ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്കൊരു സിറ്റി കാർ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് മിക്കവാറും ഈ ഒരു ഓൾട്ടോ കേട്ടൺ തന്നെ ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു ഫൺ ഫാക്ടർ തന്നെയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, എനിക്ക് ചെറു കാറുകളോട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഒരു നാനോ വാങ്ങിയതും ആ നാനോ ആയിട്ട് ഞാൻ ഓൾ ഇന്ത്യ പോയതും. ആ ഒരു കാരണം കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയും ചെറിയ കാറുകൾ അങ്ങനെ വിൽപ്പന ഇടിഞ്ഞു പോകേണ്ട വണ്ടികളല്ല. ശരിക്കും യൂസ് കേസ് നോക്കിയാൽ ഏറ്റവും മികച്ച വണ്ടികളായിട്ട് ചെറിയ കാറുകൾ ഇപ്പോഴും കാണാനുള്ളതാണ്. വലിപ്പം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഫീച്ചേഴ്സിന് ആ ഒരു സമ്പന്നത ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമുക്ക് മറ്റു വണ്ടി കിട്ടുമെന്ന് സംശയമുണ്ട്, അറ്റ്ലീസ്റ്റ് സിറ്റിയിലെങ്കിലും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.